ഇത് കേരളത്തിന് പുറത്തൊന്നുമല്ല, കേരളത്തിൽ തന്നെയാണ്. കൊല്ലം ജില്ലയുടെ ശൂരനാട് സൗത്ത് കുമരഞ്ചിറ അമ്പലത്തിനടുത്തുള്ള അടുത്ത് താമസിക്കുന്ന ആനന്ദ് നിർമ്മിച്ചതാണ് ഈ വാഹനം. നമുക്ക് പരിചയപ്പെടാം. ഹെലിസ്ട്രൈക്ക്. ഹെലിസ്ട്രൈക്കിൻ്റെ ഉപജ്ഞാതാവ് ആനന്ദ്. മെക്ഡ്രൈവിലേക്ക് സ്വാഗതം. ഇത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ട്രൈക്കല്ല, 4ാമത്തെ ട്രൈക്കാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇട്ടേക്കുന്നത് ഹെലിക്സ് T4 എന്നാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഗ്രൗണ്ട് റണ്ണും ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷമാണ് ഫ്ലൈ വിജയിച്ചത്. ഇപ്പോൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടി ആരാണ്? താങ്കൾ തന്നെയാണ് ചെയ്തത്? താങ്കൾക്ക് ഫ്ലൈങ് ലൈസൻസ് ഉണ്ടോ? എൻ്റെ ഈ ട്രൈക്ക് ഫ്ലൈ ചെയ്യിച്ചത് സുനിൽ ഹാസൻ എന്ന് പറയുന്നത് പാലക്കാട്ടുള്ള സുനിൽ ഹാസൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഏക ഫ്ലൈയിങ് എക്സ്പീരിയൻസിൽ ഗൈഡൻസ് തരുന്ന ഒരാളാണ്. ഒരാളേ ഉള്ളൂ, അത് മതി. ഈ ട്രൈക്ക് എൻ്റെ സ്വന്തം ട്രൈക്കല്ല. ഇതിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഷാജി തങ്കരാജ എന്ന് പറയുന്ന ബാലരാമപുരത്തുള്ള ഒരാളാണ്. പിന്നെ ഫ്ലോട്ട് ഇറക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് 2 പേരാണ്. ഒന്ന് ഫ്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത്. ഫ്ലോട്ട് ഒന്ന് വിശദമാക്കി കൊടുക്കണേ. ഉദ്ദേശിക്കുന്ന നമുക്ക് വെള്ളത്തിൽ ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഫ്ലോട്ട് സൈഡ് ഓടാനും വേണ്ടിയിട്ട് 2 സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തിരിക്കാൻ. അപ്പോൾ ഇതിന് അഡീഷണൽ ആയിട്ട് അത് മാത്രം വെച്ചാൽ മതി. വെള്ളത്തിൽ ഓടാൻ വേണ്ടി ആ 2 ഫ്ലോട്ടുകളാണ് ചെയ്താൽ മാത്രം മതി. 3 ഇൻവെസ്റ്റർമാരുണ്ട് ഈ ട്രൈക്കിന്. ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് ഇതിനകത്ത് അധികാരമില്ല. എളിമയുള്ള മനുഷ്യനാണ്. ഇത് സുഹൃത്തിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. സുഹൃത്ത് എൻ്റെ സുഹൃത്താണ്, അജയൻ എന്ന് പറയും. പേര് അജയൻ. എൻ്റെ ഈ ട്രൈക്കിൻ്റെ മെയിൻ്റെനൻസ്, എൻജിൻ സൈഡ് ആയാലും വേറെ ടെക്നിക്കൽ സൈഡ് ആയാലും ഞാൻ അവൻ്റെ വർക്ക്ഷോപ്പിലാണ് കൊണ്ട് ചെയ്യുന്നത്. നല്ല ഹെൽപ്പാണ്, നല്ല എൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു സുഹൃത്താണ്. ലെയ്ത്ത് വർക്കാണോ അല്ലെ എൻജിൻ വർക്കാണോ? ഓട്ടോമൊബൈൽ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അപ്പോൾ അവിടെ തന്നെ ചെയ്തത്. സാധാരണ വാഹനങ്ങൾ നമ്മൾ മെക്കാനിക് റിവ്യൂ ചെയ്യുന്നത് മുൻഭാഗത്തു നിന്നാണ്. പക്ഷേ ഇത് നമ്മൾ പുറകിൽ നിന്ന് തുടങ്ങിയാണ്, കാരണം എൻ്റെ എൻജിൻ പുറകിലായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആനന്ദൊന്ന് പറഞ്ഞു തരും എന്താണ് ഇതിൻ്റെ വിശേഷങ്ങൾ, എൻജിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് മറ്റെന്തെങ്കിലും ഇതിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടോ? പൾസറിൻ്റെ എൻജിനാണെന്ന് പറഞ്ഞു. അതിന് ഇതിന് വേണ്ടി എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയോ? അതിൻ്റെ റേഡിയേറ്ററൊക്കെ അതിൻ്റെ തന്നെ റേഡിയേറ്റർ ഉപയോഗിച്ചൊക്കെയാണോ? കൂളൻ്റ് എന്താണ്, എയർ കൂളൻ്റാണ്? അപ്പോൾ അതിന് കൂടുതൽ വിഷയം ഒന്ന് പറയാമോ? നമ്മൾ ഈ കാണുന്ന ഈ മെഷീന് പറയുന്ന പേര് ട്രൈക്ക് എന്നാണ്. TRIKE ട്രൈക്ക്. അത് ഈ 3 വീൽസ് ഉണ്ടായതുകൊണ്ടാണ് ട്രൈക്ക് എന്ന് പറയുന്നത്. ട്രൈസൈക്കിൾ കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എൻജിൻ എന്ന് പറയുമ്പം ഇത് NS200 ബജാജ് പൾസറിൻ്റെ NS200 എൻജിനാണ്. 23.5 HP ആണ് ഇതിൻ്റെ പവർ. അതുപോലെ തന്നെ ഇത് ലിക്വിഡ് കൂളിംഗ് എൻജിനാണ്. നമുക്ക് എൻജിൻ മാത്രമായതുകൊണ്ട് കാര്യമില്ല, എൻജിനെ നമുക്ക് എയർക്രാഫ്റ്റ് എൻജിനോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് പ്രൊപ്പലർ സെറ്റ് ചെയ്യേണ്ട ഒരു സിസ്റ്റം കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സിസ്റ്റമാണ് ഈ കാണുന്നത്. ഇത് ഇതിൻ്റെ ഹബ്ബാണ്. ഈ ഇത്രയും ഭാഗം ഇതിൻ്റെ ഹബ്ബാണ്. ഇത് പ്രൊപ്പലർ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലാഞ്ച്. ഈ ഫ്ലാഞ്ചിനകത്താണ് നമ്മൾ പ്രൊപ്പലറിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊപ്പലറിൻ്റെ ഷാഫ്റ്റും ഈ എൻജിൻ ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന വേറൊരു സാധനമുണ്ട്, അത് കപ്ലർ എന്ന് പറയും. അതാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ കപ്ലർ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും എക്സെൻട്രിസിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഷാഫ്റ്റിൻ്റെ ഈ ആക്സസിന് എന്തെങ്കിലും ബെൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ബെൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബെൻഡ് നിന്നുകൊണ്ടൊരു ആക്സിസ് കറങ്ങത്തില്ല. അപ്പം അത് ഈസി ആയിട്ട് കറങ്ങാനും പറ്റിയാണ് ഈ ഒരു കപ്ലർ കൊടുത്തേക്കുന്നത്. ഒരു യൂണിവേഴ്സൽ ജോയിൻറ്റ് പോലെ അത് അവിടെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇത് NSൻ്റെ അതേ ഗിയർ സിസ്റ്റം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്താണ് ഇത് ഓടിക്കുന്നത്. അതായത് നമുക്ക് ഇത് മുന്നോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ പ്രൊപ്പലർ എഫിഷ്യൻ്റ് ആവുന്നത് 3rd ഗിയർ മുതലാണ്. ഫസ്റ്റും സെക്കൻഡും എഫിഷ്യൻ്റ് അല്ല, കാര്യം എഞ്ചിൻ RPM നിൽക്കത്തതേ ഉള്ളൂ. പ്രൊപ്പലറിൻ്റെ RPM കയറത്തില്ല. പവർ ആയിരിക്കും കൂടുതൽ, ബലം കൂടുതലായിരിക്കും, RPM കുറവായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ത്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 3rd ഗിയർ മുതൽ സ്റ്റാർട്ട് ചെയ്യും. 3rd ഗിയറിലാണ് ഇതിന് മാക്സിമം ത്രസ്റ്റ് കിട്ടുന്നത്. 3rd, 4th, 5th, 6th അങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ കരയിൽ കൂടെ അങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് ഓടുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റുന്നത്.
അത് ഓട്ടോമൊബൈൽസിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയാണ്. ഇതിൻ്റെ സ്പീഡ് കരയിലൂടെ ഏകദേശം 180 km/h സ്പീഡാണ്, 180 അതുപോലെ തന്നെ ഇത് വെള്ളത്തിൽ കൂടെ പോകുന്ന സമയത്ത് ഇതിന് 2 ഫ്ലോട്ട് സെറ്റ് ചെയ്യും. ഈ മൂന്ന് വീൽസും റിമൂവ് ചെയ്തതിന് ശേഷം ഇതും ആ ഫ്രണ്ട് നോസ് വീലും ഈ 3 വീൽസ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഫ്ലോട്ട് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നീളത്തിൽ 2 ഫ്ലോട്ട് ഇവിടെ ഒരെണ്ണം വരും, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒരു ഫ്ലോട്ട് വരും. അപ്പോഴാണ് ഇത് വാട്ടർ മോഡാവുന്നത്. വാട്ടർ മോഡായി കഴിഞ്ഞാൽ ഇതിന് വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയും, ഒരു ബോട്ട് പോലെ സഞ്ചരിക്കാൻ കഴിയും. അതും വെള്ളത്തിൽ കൂടെയും പോകുന്നത് ഈ പ്രൊപ്പല്ലറിൻ്റെ ത്രസ്റ്റിലാണ്. എല്ലാ ഭാഗത്തും ഉപയോഗിക്കുന്നത് പ്രൊപ്പല്ലറാണ്. അതുപോലെ തന്നെ വെള്ളത്തിലൂടെയുള്ള ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പം 70-75 km/h സ്പീഡാണ്. അത് ടെയിൽ വിൻഡിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ 70-75 കയറുകയുള്ളൂ, അല്ലെങ്കിൽ 50-55 എന്നുള്ള റേഞ്ചിലായിരിക്കും പോകുന്നത് നിൽ വിൻഡിൽ. അത് ടെയിൽ വിൻഡ് എന്ന് പറയുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വിൻഡ്. നമുക്ക് എയർക്രാഫ്റ്റിന് എപ്പോഴും ഹെഡ് വിൻഡാണ് ആവശ്യം, പക്ഷേ ഇത് വെള്ളത്തിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ടെയിൽ വിൻഡ് ഉണ്ടെങ്കിൽ നല്ല സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഇത് പറക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 60-65 ഇതിൻ്റെ സ്പീഡ്. പറക്കാൻ നമ്മൾ എങ്ങനെ പറക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ CG പോയിൻ്റ്, ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ ബാർ. ഈ പോയേക്കുന്നതാണ് സസ്പെൻഷൻ ബാർ, അതായത് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന ബാർ. ഇതാണ് ഇതിൻ്റെ CG പോയിൻ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാരാഗ്ലൈഡർ വിങ് കണക്ട് ചെയ്യുന്നത്. പാരാഗ്ലൈഡർ വിങ് ഇവിടെ കണക്ട് ചെയ്തിട്ട് ആ വിങ് ബാക്കിൽ കിടക്കും, എഞ്ചിൻ ഓൺ ആക്കും, സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ആ വിങ് മേളി വരും. വിങ് വിൻഡിൻ്റെ സപ്പോർട്ടിൽ മേളി വന്നിട്ടാണ് പിന്നെ ഫുൾ ത്രോട്ടിൽ എടുത്തിട്ട് പറന്നു പോകുന്നത്. അതിവിടെയാണ് കണക്ട് ചെയ്യുന്നത്. അതങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലൈറ്റ് മോഡ്. പറക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ LED ലൈറ്റ്സ് ആണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പവർ കുറവ് മതി. LED ലൈറ്റ്സ് ആകുമ്പം കുറച്ച് പവർ മതി. പിന്നെ നല്ല ലോങ് ഡിസ്റ്റൻസ് അതിന് ട്രാവൽ ചെയ്യാൻ സാധിക്കും ലൈറ്റിന്. പിന്നെ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് സാധാരണ ഒരു ട്രൈക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എയർക്രാഫ്റ്റ് അലൂമിനിയംസ് ആണ് ഉപയോഗിക്കുന്നത്. എയർക്രാഫ്റ്റ് അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് GPയും GA ആണ്. അത് ഫണ്ട് അവൈലബിലിറ്റി അതൊക്കെ കൊണ്ടാണ്. ഫണ്ടും ഇച്ചിരി ചീപ്പാവാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതായത് ഇപ്പം സ്റ്റീലിൻ്റെ ആണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഭാരവും കുറയ്ക്കാൻ പറ്റും, ഇച്ചിരി സ്ട്രെങ്തും കൂടും. അതുപോലെ എയർക്രാഫ്റ്റ് അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ ഭാരം കുറയ്ക്കാൻ പറ്റും, അതിനേക്കാട്ടിലും കൂടുതൽ സ്ട്രെങ്തും കൂടും. അത് ചെയ്യാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സസ്പെൻഷൻ ഇത് പ്ലാറ്റിനയുടെ സസ്പെൻഷനാണ് ഈ കാണുന്നത്. നമ്മുടെ ബജറ്റ് പ്ലാറ്റിനയുടെ സസ്പെൻഷനാണ്. ഇതിൻ്റെ വീൽസ് ഇലക്ട്രിക് ബൈക്കിൻ്റെ വീൽസാണ്. 7 amps ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. അതെൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്, സെൽഫ് സ്റ്റാർട്ടാണ്. ഇതിന് കരയിലൂടെയുള്ള ആ ഒരു ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നത് കരയിൽ 1 മണിക്കൂറാണ്. 1 ലിറ്ററിന് 1 മണിക്കൂർ യൂസ് ചെയ്യാം. വെള്ളത്തിൽ 1 ലിറ്ററിന് 3/4 മണിക്കൂർ യൂസ് ചെയ്യാം. അതുപോലെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് 20 മിനിറ്റ്, 15-20 അത്രയും മിനിറ്റാണ് ഇതിൻ്റെ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നത്. ഇത് വെള്ളത്തിൽ ഇതിനെ ഡയറക്റ്റ് ചെയ്യുന്നത്, വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ഇതിൻ്റെ ദിശ നിയന്ത്രിക്കുന്നത് ഈ ഒരു റഡർ വെച്ചാണ്. ഇത് ടേൺ ചെയ്യും, ഇത് ലെഫ്റ്റും റൈറ്റും ടേൺ ചെയ്യും. ഇതുപോലെ ലെഫ്റ്റും റൈറ്റും ടേൺ ചെയ്യും. അത് ഫ്രണ്ട് നോസ് വീലുമായിട്ട് കണക്റ്റ് ആണ് ത്രൂ കേബിൾസ് വഴി. അതാണ് അതിൻ്റെ നോസ് വീല്. ഈ നോസ് വീലുമായിട്ട് കണക്റ്റാണ് പുറയിലത്തെ റഡർ. അപ്പോൾ ഇത് തിരിയുന്ന സമയം പുറയിലുള്ള റഡറും കൂടി ടേൺ ചെയ്യും. അങ്ങനെയാണത് വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും പോകുന്നത്. കരയിലൂടെ പോകുന്നത് ആ വീൽസ് തിരിഞ്ഞിട്ടാണ്. എന്തിനാണ് കരയിൽ കൂടെ പോകുമ്പം കാലിനകത്ത് കൺട്രോൾ കൊണ്ടുവന്നത് കയ്യിലാക്കിക്കൂടെ എന്നുള്ള ചോദ്യത്തിന് ആൻസർ, നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് വിങ്ങുമായിട്ട് പറന്ന് പോകുന്ന സമയത്ത് നമ്മളെ വിങ്സിൻ്റെ കൺട്രോൾ രണ്ടും കയ്യിലാണ് വരുന്നത്. ആ കയ്യിൽ വരുന്ന സമയത്ത് നമുക്ക് വേറെ കൈ കൊണ്ട് അതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ട്രൈക്കിൻ്റെ ആയാലും എയർക്രാഫ്റ്റിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും റഡർ പെഡലിൽ കൊടുത്തേക്കുന്നത് നോസ് വീൽ സ്റ്റിയറിംഗ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ട്രൈക്കിലും കൊടുത്തിരിക്കുന്നത്. കാലുകൊണ്ടാണ് കൺട്രോൾ. ഈ കാണുന്നത് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക്. ഇതൊരു കന്നാസാണ് ആക്ച്വലി. നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത് മാക്സിമം ഭാരം കുറയ്ക്കാനും വേണ്ടി. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫാസ്റ്റനേഴ്സ് പോലും നമ്മൾ വയർ ടൈസാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് അത്രത്തോളം ഭാരം കുറയെങ്കിൽ കുറയട്ടെ എന്നുള്ള രീതി കൊണ്ടാണ്. പിന്നെ ഇവിടെ വയർ ടൈ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് നല്ലോണം ലോഡ് എടുക്കുന്ന ഭാഗമാണ്, സ്ലിപ്പേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ക്ലിപ്പ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇതിൻ്റെ കൺട്രോൾസ് ഇതൊക്കെയാണ്. ഇതിൻ്റെ ആക്സിലേറ്ററാണ്, ഇത് ആക്സിലേറ്റർ. ഇതിൻ്റെ ബ്രേക്കാണ്, ഇതാണ് ഇതിൻ്റെ ബ്രേക്ക്. ബാക്ക് ബ്രേക്ക്, ഡ്രം ബ്രേക്കാണ്. അതുപോലെ ഫ്രണ്ട് ബ്രേക്കുണ്ട്, ഡിസ്ക് ബ്രേക്ക്. അത് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അത് എമർജൻസിക്ക് കൂടെ ഉപയോഗിക്കുന്നതാണ്. ഹാൻഡ് ബ്രേക്കും കൂടി ഉപയോഗിക്കാം. ഹാൻഡ് ബ്രേക്കായിട്ട് ഉപയോഗിക്കാം. ഫ്രണ്ട് മാത്രം.
പൾസറിൻ്റെ തന്നെ ആ മറ്റേ കൺസോളാണ്. ആ റെഡി? ഗിയറെല്ലാം മുകളിലോട്ടല്ലേ? സെക്കൻഡ് മേലോട്ട് സെക്കൻഡ്. അജയൻ്റെ വർക്ക്ഷോപ്പ് അതെ. ഇനി കല്ലരാട്ടിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ്. കേട്ടോ കേട്ടോ, നിങ്ങൾ വിട്ടോളേ, ധൈര്യമായിട്ട് വിട്ടോളേ. ആ
ഈ വാഹനത്തിൽ 8 പേർക്ക് വരെ യാത്ര ചെയ്യാം വെള്ളത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിനുവും കൂടെ നമ്മളെ കൂടെ ഉണ്ട്. എനിക്കൊരു എയർബോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് 10 പാസഞ്ചറും ഒരു പൈലറ്റും ഉൾപ്പെടെ പോകുന്നത്. മൊത്തത്തിൽ 11 പേര് പോകുന്നു. അപ്പോൾ അതിന് പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആയിരിക്കും. ലൈസൻസും രജിസ്ട്രേഷൻ നമ്പറും ഈ പറയുന്ന ഇൻഷുറൻസും ഈ 3 കാര്യങ്ങളും കൂടി ഉൾപ്പെടെ ഒരു എയർബോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒന്നുകിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചെയ്ത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മീഡിയ ആയിട്ട് ബന്ധപ്പെടുക. ഇദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പറും ലൊക്കേഷനും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇദ്ദേഹം വളരെ എളിമയുള്ള മനുഷ്യനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സുഹൃത്തുക്കളുടെ പേരും പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരുടെ പേര് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ നമ്പറും ഡീറ്റെയിൽസും. ഇത് കൊല്ലം ജില്ലയുടെ ശൂരനാടിനടുത്ത് കുമരഞ്ചിറ ക്ഷേത്രത്തിനടുത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. എൻ്റെ ഫോൺ നമ്പർ, ആനന്ദിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കും. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.